നിലമ്പൂരിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരും ക്ഷണിച്ചിട്ടില്ല എന്നായിരുന്നല്ലോ ശശി തരൂരിന്റെ പ്രതികരണം. അപ്പോൾ ഈ ശശി തരൂരിന്റെ പ്രതികരണത്തോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മറുപടി നൽകിയിട്ടുണ്ട്. ആരും ക്ഷണിച്ചിട്ടല്ല നേതാക്കൾ ആരും നിലമ്പൂരിലേക്ക് വന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് പുറമെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ നിലമ്പൂരിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നു. നിലമ്പൂരിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് മറിയില്ല, അത് UDFന്റെ പെട്ടിയിലേക്ക് തന്നെ ഒഴുകും. നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നും സണ്ണി ജോസഫ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ്. അത്യന്തം വാശിയേറിയ പ്രചാരണമായിരുന്നു നിലമ്പൂരിലുണ്ടായിരുന്നത്. നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞു. ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവർക്കും വലിയ ആകാംക്ഷയുണ്ട് എന്ത് സംഭവിക്കും നിലമ്പൂരിലെന്ന്. ഈ ഘട്ടത്തിലൊപ്പമുള്ളത് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. തരൂര് മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അതേതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അത് ബാധിച്ചിട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അത് എല്ലാവരും വരികയതേ. അദ്ദേഹം ഈ നമുക്കെല്ലാം അറിയാലോ, നിങ്ങൾ വിവാദം ഉണ്ടാക്കാൻ നോക്കിയാലും ഹി വാസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ടോട്ടലി ഹി വാസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഹി വാസ് എബ്രോഡ്. അതിനുശേഷം മടങ്ങി വന്നപ്പോഴും പുള്ളി ഡൽഹിയിലായിരുന്നു. പുള്ളി ഒരു ഇൻ്റർനാഷണൽ ഫിഗറല്ലേ. പക്ഷെ അദ്ദേഹം ഈ മോദി സ്തുതി തുടരുന്നു. അതോടൊപ്പം നേരത്തെ ലേഖന വിവാദം ഉണ്ടാകുന്നു. ഇപ്പോൾ പോലും അദ്ദേഹം അത് പറയും. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത് അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സെറ്റിൽഡ് വിത്തിൻ ദ പാർട്ടി എന്നാണ് അദ്ദേഹം കാറ്റഗോറിക്കലി ഹാസ് സ്റ്റേറ്റഡ്. അവിടെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതെന്ന് ഞാൻ കരുതിയാണ്. ആരും തന്നെ ക്ഷണിച്ചിട്ടല്ല, എല്ലാവരും വന്നു, എല്ലാവരും ഓടിയെത്തി. പ്രിയങ്കജിയുടെ സന്ദർശനം ഉൾപ്പെടെ KC വേണുഗോപാൽ പലവട്ടം വന്നതുൾപ്പെടെ പ്രതിപക്ഷ നേതാവും ഏതാണ്ട് ഫുൾ ടൈമറായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു, K. സുധാകരൻ ഉണ്ടായിരുന്നു, മുല്ലപ്പള്ളി ഉണ്ടായിരുന്നു, സുധീരൻ ഉണ്ടായിരുന്നു, എല്ലാവരും സജീവമായിട്ടുണ്ടായിരുന്നു. സെമി ഫൈനലാണ്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് മുന്നോടി വന്ന തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ തന്നെയാണ്. പൂർണ്ണ ആത്മവിശ്വാസമാണോ? പൂർണ്ണ ആത്മവിശ്വാസമാണ്. ഫൈനലിൽ തന്നെ നമ്മൾ നല്ല ഗോളിൽ ജയിക്കും.